നമസ്കാരം. എസ് എം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണുസുതിയുടെ ദാനം കിട്ടിയ വീടിന്റെ ചോർച്ചയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധം ഈ വിഷയമൊക്കെ ഒരുവിധം യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് കാണാത്തവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം ഈ പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയാ, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരി, ദാനം തന്നു, അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്ന. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നു. ഹോളിലും നന്നായിട്ടുണ്ട്. ലിവിംഗില് ഇല്ല, ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. എന്റെ നമ്പരൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വേറെ ആൾ മുഖേന പപ്പയാണ് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യുന്നത്. അവര് ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മള് നെഗറ്റീവ് പറഞ്ഞില്ല. ചോരുന്നുണ്ട്, അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട്. കയറി കിടക്കാതെ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവര് പറയുന്നതിനാണോ അറിയില്ല. ഇവിടെ എല്ലാരും കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എങ്ങനെയും വല്ല വാടകയ്ക്ക് പോയാൽ. പക്ഷെ അതിനുള്ള കാശ് എന്റെ ഇല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇവിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കേട്ട് പഠിച്ചു. ഏതായാലും കിച്ചു അവിടെ പഠിക്കുമോ കൊല്ലത്ത്. ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല, കുഞ്ഞാണ്. അതിന് 5 വയസ്സേ ഉള്ളൂ. 6 വയസ്സായില്ല, 5 വയസ്സിലാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല. താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കേൾക്കും. ബക്കറ്റ് ദാനവല്ലേടി, ചവിട്ടി ദാനവല്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറെ കേൾക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് കുറച്ച് പൈസയൊക്കെ ആയിട്ട് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ. എനിക്കറിയില്ല എന്താ. മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം അറിയാതെ പറഞ്ഞു. എങ്ങനെ സാധിക്കുന്നു രേണുവിന് ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനൊക്കെ? കൂടെ നിൽക്കുന്നവരുടെ കഴിവുകൊണ്ടാണോ അതോ രേണുവിൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് രേണു സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ആലോചിച്ചും കുറച്ച് ചിന്തിച്ചൊക്കെ ചെയ്യുക. നമ്മളൊരു സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എങ്ങനെ പോയാലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ പോസിറ്റീവ് കുറേയൊക്കെ നമ്മുടെ നെഗറ്റീവുകൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് കുറേയൊക്കെ രേണു ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. അതുപോലെ തന്നെ ഈ വീട് പണിത് കൊടുത്ത ഒരാളുടെ എക്സ്പ്ലനേഷനും രേണുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം അയാളുടെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നി. കാരണം ഈ സ്ഥലം കിട്ടിയപ്പോഴാവട്ടെ, സ്ഥലത്തെക്കുറിച്ചാവട്ടെ, ഇപ്പോൾ ദേ വീടിനെ കുറിച്ചാവട്ടെ, എല്ലാം രേണുവിന് എന്താ പറയുക, നല്ലതൊന്നും പറയാനില്ല. നല്ലത് പറയായിരിക്കും. നല്ലത് പറഞ്ഞില്ലെങ്കിൽ കൂടി ഈ പ്രശ്നങ്ങളും കുറ്റങ്ങളും പറഞ്ഞ് നടക്കുമ്പോൾ അത് ഈ ദാനം തന്നവർക്ക് അത് പിന്നീട് അത് ചെയ്യാനായിട്ട് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ആ ചോദിച്ച ആൾ, അതായത് രേണുവിൻ്റെ അടുത്ത് ചോദിച്ച ആളെ കൊണ്ട് ചോദിപ്പിച്ചതാണോ എന്ന് വരെ നമുക്ക് സംശയം പോകും. കാരണം ഈ ചോദിച്ച ആൾക്ക് എങ്ങനെയാണോ രേണുവിൻ്റെ വീട്ടിൽ ചോർച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണത്? എന്തെങ്കിലും ആവട്ടെ, അതായത് എപ്പോഴും ഇവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറേ ആൾക്കാർ രേണുവിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അറിഞ്ഞിരിക്കണതായിരിക്കാം. കാരണം രേണുവിൻ്റെ റൂമിൽ ചോർച്ചയുണ്ട്, ഋതപ്പൻ്റെ റൂമിൽ ചോർച്ചയുണ്ട്. രേണു ആ കുഞ്ഞ് പറയുന്നുണ്ടല്ലോ, 5 വയസ്സുള്ളവന് ചെറിയ കൊച്ചാണ് അത് ചെയ്യുന്നത്. ആ കൊച്ചിന് സെപ്പറേറ്റ് റൂമാണ്, ഋതപ്പൻ്റെ റൂം. എന്തൊക്കെ കേൾക്കണം, എന്താ സംഭവമാണോ? ഇപ്പോൾ രേണുവും ആ കൊച്ചിനെ ഒറ്റയ്ക്കാണ് കിടത്തിയേക്കണത്. അങ്ങനെ ചെയ്യണവരുണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും ഒരു അല്ലേ, അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി, അമ്മയും ഫുൾ ബിസിയാണ്, ഷൂട്ടും ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ആകെ കൂടി കുറച്ച് കിട്ടുന്ന സമയം വേണമെങ്കിൽ ഉറങ്ങുന്ന സമയം അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. അപ്പോഴും ഇനിയിപ്പോൾ ഋതപ്പനെ വേറെ റൂമിലാവോ കിടത്തണത് അറിയില്ല. എന്തായാലും രേണു തന്നെ പറഞ്ഞതാണ്, ഋതപ്പൻ്റെ റൂമിലും ചോർച്ചയുണ്ട്, രേണുവിൻ്റെ റൂമിലും ചോർച്ചയുണ്ട്, ലിവിങ് റൂമിലും ചോർച്ചയുണ്ട്, മൊത്തത്തിൽ ചോർച്ചയാണെന്നാണ് പറയണത്. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ ഷെൽഫില്ല, വീട് ചെറുതായിട്ട് ചോരുണ്ട്, അല്ലെങ്കിൽ ചോർച്ചയൊന്നാവില്ല, ചിലപ്പോൾ മഴ നന്നായി പെയ്യുമ്പോൾ ചാറ്റലടിക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമുക്ക് താമസിക്കാൻ ഒരു വീട്, ഈ വീട് പണിത് ഉണ്ടാക്കി ഇത്രയ്ക്ക് കാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നത് കഷ്ടപ്പെട്ട് പണിതവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ഥലം വാങ്ങാന്ന് വെച്ചാൽ തന്നെ എത്ര പേരുടെ സ്വപ്നം എന്നുള്ളത് അവർക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലവും ഒരു വീടുമായിട്ട് കിട്ടിയില്ലേ, ഇനി അതിന് എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വർക്ക്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇത് ലോകം ഫുള്ളും പറഞ്ഞു
പറഞ്ഞ് നടക്കാൻ രേണു കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്യാനും ശ്രമിക്കുക. കാരണം രേണു കുറച്ചും കൂടി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രേണുവിന് ഇത്രയും നെഗറ്റീവ് കിട്ടില്ല. കാരണം രേണുവിൻ്റെ കുറേ വാക്കുകൾ തന്നെയാണ്, ആലോചിച്ചിട്ടാണോ ആലോചിക്കാതെയാണോ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണോ എന്താണെന്നറിയില്ല, രേണുവിൻ്റെ പല വാക്കുകളും പ്രവർത്തികളും തന്നെയാണ് രേണുവിനെ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ രേണു ശ്രദ്ധിച്ചാൽ തന്നെ രേണുവിന് പല കാര്യങ്ങളും നെഗറ്റീവ് അടിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം. അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ 2 ടൈപ്പിൽ പറയേണ്ടതാണ്. വീട് വെച്ച് തന്നത് ഭയങ്കര ഉപകാരമായി, അതെൻ്റെ മക്കൾക്കാണ്, എനിക്കല്ല എന്നെടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ആൾക്കാരുടെ ഈ ദാനം പറച്ചിൽ കേട്ട് എനിക്കൊരു വാടക വീട്ടിലേക്ക് മാറിയാൽ കൊള്ളാം എന്നുള്ള തോന്നലും കാര്യങ്ങളും അത് ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. എല്ലാവരും നിങ്ങൾക്ക് ഫ്രീ കിട്ടി വീടല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതെന്ന് വെച്ചാൽ അതൊക്കെ ഈ ഇതിൽ ഉണ്ടാവും. നമുക്കൊരു എന്തെങ്കിലും ദാനമായിട്ട് കിട്ടുന്ന കാര്യമാകുമ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നലുണ്ടാവും. അതിന് വഴിയൊരുക്കാതിരിക്കുക, നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ രേണുവിനും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വീട്, മക്കളുടെ പേരിനാന്ന് വെച്ചാലും രേണുവിനും കൂടി ജീവിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടാണ് എല്ലാവരും പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ വീട് തന്നിരിക്കുന്നത്. അപ്പോൾ രേണു വേറെ വാടക വീട്ടിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല, ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ രേണു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ ചോർച്ചയുടെ കേസ് പറയുന്ന സമയത്ത് ഇത് ചെയ്തു തന്നവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിമിഷത്തേക്ക് രേണു അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ ചിന്തിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണോ പറയണതെന്ന് അറിയില്ല. പക്ഷേ എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് വീടിന് ചോർച്ചയുണ്ടോ എന്നൊരു ചോദിക്കേണ്ട കാര്യമില്ല. അതായത് ഓലപ്പുരയും മറ്റേ ഓടുവരെ ഒന്നല്ലല്ലോ മഴക്കാലത്ത് വീടിന് ചോർച്ചയുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വീടിന് ചോർച്ചയുണ്ടോ, ഹാളിൽ ചോർച്ചയുണ്ടോ, ബെഡ്റൂമിൽ ചോർച്ചയുണ്ടോ എന്നൊക്കെ എടുത്ത് ചോദിക്കേണ്ട ആവശ്യം ഒന്നാമത്തെ ഇല്ല. ഇനിയിപ്പോൾ അഥവാ ചോദിച്ചെങ്കിൽ തന്നെ വീട് കുഴപ്പമൊന്നുമില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും സുഖമായി പോകുന്നു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വീടിനെ കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒഴിവാക്കി വിടാം. ഇതിപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നത് തന്നെ നാച്ചുറലായിട്ട് വന്നൊരു ചോദ്യമായിട്ട് തോന്നുന്നേ ഇല്ല, ആ തരത്തിലാണ്. അപ്പോൾ ദയവ് ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇഷ്യൂസ് മനഃപൂർവ്വം ഉണ്ടാക്കാനാണോ, ഇനിയിപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ രേണു ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനൊരു കാര്യം നാട്ടുകാരെ അറിയിക്കാനാണെന്ന് വെച്ചാൽ തന്നെ അത് രേണുവിന് പോസിറ്റീവായിട്ട് വരും എന്ന് രേണുവിന് തോന്നിയിട്ടാണോ ഇങ്ങനെ ചെയ്തത്? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോസിറ്റീവായിട്ട് വരും. കാരണം ആൾക്കാർ ചിന്തിക്കുക എന്തായാലും ഒരു വീട്, ഒരു കയറി കിടക്കാൻ ഒരു വീടുമായിട്ട് ഒരു സ്ഥലം ആൾക്കാർ നല്ല മനസ്സുകൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതിൽ കയറിയുള്ള ഈ കുറ്റം കാര്യങ്ങളും പറയാൻ വരും എന്നുള്ള ചിന്തയിലല്ലേ പോവുള്ളൂ. അല്ലാണ്ട് അതിൽ രേണുവിന് ഇങ്ങനെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രേണുവിന് ഇനിയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിന് മറുപടിയായിട്ട് ഈ വീട് പണിത് കൊടുത്ത ആളുടെ ഒരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ വെക്കാം, ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണ്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫ, TV, അതേപോലെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരത്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്,
അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആയി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിങ്ങൾ രേണുവിന് വീട് പണിത് കൊടുത്ത ആളുടെ എക്സ്പ്ലനേഷൻ കേട്ട് കാണും. കാരണം ഈ ഒരു വീഡിയോ ഇട്ട അത് കണ്ട് ആൾക്ക് കുറേ പേര് ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് ആൾ ഈ വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞില്ലേ, രേണുസുധീന് വീട് പണിത് കൊടുത്തത് നല്ലൊരു അടിപൊളി ടെറസ് വീടാണ്. ആ വീടിന് ഒരിക്കലും ചോർച്ച ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെ മഴ നന്നായി പെയ്യുന്ന സമയത്ത് മറ്റേ എന്താ പറയുക, കാറ്റ് വീശുമ്പോഴുള്ള ഒരു ഈർച്ചാനിൽ അത് വല്ലതും ഉള്ളിലേക്ക് കയറുന്നതായിരിക്കാം. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് വീടിന് ചുറ്റും എന്തെങ്കിലും ഷീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ 4000-5000 ഒക്കെ വരുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് രേണുസുധീൻ്റെ അതായത് എന്താ പറയുക, ഇലക്ട്രിസിറ്റി കംപ്ലൈൻറ്റ്, മറ്റേ മോട്ടോർ കംപ്ലൈൻറ്റ്, അത് കംപ്ലൈൻറ്റ്, ഇത് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ രേണുസുധി അവരുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇതായിട്ട് അവരായിട്ട് കോൺടാക്ട് ഇല്ല, രേണുവിൻ്റെ നമ്പർ ഇല്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ പപ്പയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പപ്പയായിരിക്കും ഇവരെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ വീടും പണിത് കൊടുത്തു, ഒരു കൂട്ടർ സ്ഥലവും കൊടുത്തു, ഇവർ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഇവരങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാവപ്പെട്ട അർഹതപ്പെട്ടവർക്കൊക്കെ ഇവർ പണിത് കൊടുക്കാറുള്ള ആൾക്കാരാണ്. ഈ ചേട്ടൻ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്ന അത് വെച്ചിട്ടൊരു നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് പണിയുമ്പോൾ തൊട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ ഈ വീടൊക്കെ പണിത് കൊടുത്തേക്കുന്നത്. എന്നിട്ടും അത് കൂടാതെയും ഈ വീടിന് ഒരു കംപ്ലൈൻറ്റ് ഇവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കംപ്ലൈൻറ്റുകളുള്ളൂ. അത് പക്ഷേ ചെയ്യാതെ എനിക്ക് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല. നമുക്കൊക്കെ അങ്ങനെ ഒരു ഇത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗം എന്ന് വിചാരിച്ചാൽ ജീവിക്കുള്ളൂ. പിന്നെ അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് തന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പോകും. എന്തൊരു മൈൻഡായിരിക്കും അവരുടെ ഇത്. അപ്പോൾ അതൊക്കെ ഇത് ഇലക്ട്രിസിറ്റി, അത് മോട്ടോർ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ഇതായിരിക്കും. അപ്പം രേണു പറയുന്നത് രേണുല്ലാന്ന്, ചിലപ്പോൾ ആണെങ്കിൽ രേണുവിൻ്റെ പപ്പയായിരിക്കും ഇവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും തീർത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് വീട് വെച്ച് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ഇവരുടെ മനസ്സ് ഈ ആൾ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഒരു മനസ്സ് വിഷമിച്ചിട്ടാണ് പറയുന്നത്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും നല്ല ഭംഗിയിലും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഒരു ഈ വീട് പണിത് ഇത്രയും നല്ല മനോഹരമാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഈ വീടിന് അത് ഇതെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് വിഷമം തോന്നാത്തത്. അപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ചാനലുണ്ട്. അതുപോലെ പല പല ഇതിൽ യൂട്യൂബേഴ്സും എടുത്ത വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവരും കണ്ട് കാണുമായിരിക്കും. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എന്താ പറയുക അല്ലേ, ഒരു വീടും പണിത് കൊടുത്ത് സ്ഥലവും കൊടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലം കൊടുത്ത് ഇത്രയൊക്കെ ആയിട്ട് ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കുറച്ചൊരു സ്റ്റാറായെന്ന് സ്വയം തോന്നി. എനിക്ക് എന്തോ ആവാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തിളങ്ങുന്ന സ്റ്റാറാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ചിന്തിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ആൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ആൾ ഏതോ ഒരു ലോകത്താണ്. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കും. അപ്പോൾ പക്ഷേ ചിന്തിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ചിന്തിക്കേണ്ട സമയത്ത് ഇതൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്താൽ രേണുവിന് കൊള്ളാം. അത് മനഃപൂർവ്വം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നെഗറ്റീവ് അടിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് രേണു ഇഷ്ടപ്പെടുന്നതെങ്കിൽ രേണുവിൻ്റെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കുറേ പേര് അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നന്നായി ഇരുന്ന് റോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് പിന്നെ അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു, ആ യൂട്യൂബർ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കേസ് കൊടുക്കാനോ ചീത്ത വിളിക്കാനോ നടക്കരുത്, മനസ്സിലായോ? അപ്പോൾ രേണു സൂക്ഷിച്ച് രേണുവിന് കൊള്ളാം. അല്ലാണ്ട് ആരും രേണുവിൻ്റെ പിന്നാലെ വരുന്നില്ല. രേണു നമ്മുടെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും നമുക്കത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അത് ജനങ്ങൾക്ക് അത് കണ്ടിട്ട് ജനങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതുവരെ രേണുവിന് പല കാര്യങ്ങളും എടുത്തു വെച്ചതുപോലെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒത്തിരി പേര് മോശം പറയാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും രേണുവിന് എതിരാണ്. കാരണം വേറൊന്നുമല്ല, രേണുവിൻ്റെ ഓരോ പ്രവർത്തികൾ മാത്രമാണ് അതിൻ്റെ കാരണം. അതായത്
രേണു പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഒന്നും ആര് ചെയ്യുന്ന വീഡിയോ എത്ര വലിയ യൂട്യൂബർ ചെയ്യുന്ന വീഡിയോ ആയാലും രേണുവിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ആയാലും എന്ത് വീഡിയോ ആയാലും രേണു ഇതൊന്നും കാണുന്നില്ല. മറ്റുള്ളവർ കൂട്ടുകാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് വെച്ചിട്ടാണ് രേണു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് രേണു ഈ റിയാക്ട് ചെയ്യുന്ന ആരുടെയും ഒരു വീഡിയോ എടുത്ത് കാണുക. കണ്ടതിന് ശേഷം ഈ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കുക. ഒരിക്കലും രേണുവിന് ദോഷമായിട്ട് അത് വരില്ല. കാരണം കുറേ ചീത്ത വിളിച്ചും തെറി വിളിച്ചും അങ്ങനത്തെ കുറേ കമൻറ്റുകൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ അതിനും കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോയിലായാലും രേണുവിൻ്റെ ഭാഗത്തുള്ള തെറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അതൊന്ന് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. എൻ്റെ ചുറ്റിലും ഇങ്ങനത്തെ കുറേ കുറവുകളുണ്ടോ, അല്ലെങ്കിൽ എന്നെ മോശമാക്കാനായിട്ട് വേറെ വല്ലവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ തന്നെയാണോ എന്നെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണുവിന് ഇനിയും ബെറ്ററായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവർ നല്ലത് ചെയ്തു തരുന്നത് കൂടി ഇല്ലാതാക്കാതിരിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി രേണുവിനോട് പറയാനുള്ളത്. കാരണം രേണു വീഡിയോ ഒന്നും കാണില്ല എന്നറിയാം, എന്നാലും നമുക്ക് പറയാനുള്ളത് പറയാം. ഇപ്പം തന്നെ ആ വീഡിയോയിൽ ആ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ കൂടി ആ ചേട്ടന് തോന്നുന്നില്ല എന്ന്. ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. ഇതുപോലെ ഒരു കലാകാരൻ്റെ കുടുംബത്തിന് ഇതുപോലെ വീഡിയോ വയ്ക്കാനുള്ള കാര്യം അവരിങ്ങനെ ആലോചിച്ചിരുന്നതാണ്. അതുവരെ ാണ് അവർ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്ന്. അത്രയും വലിയ ആഴത്തിൽ അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് രേണുവിന് വളരെ എന്താ പറയുക, എന്തതിനൊക്കെ പറയുക അല്ലേ. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.